തലസ്ഥാനത്ത് IT ഹബ്ബായ കഴക്കൂട്ടത്ത് സർക്കാർ മാറിയിട്ടും റോഡുകൾക്ക് ശാപമോക്ഷമില്ല. 4 വർഷത്തിലേറെയായി തകർന്നു കിടക്കുന്ന റോഡിലൂടെയുള്ള യാത്ര വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള പ്രദേശവാസികൾക്കും ദുരിതമാണ്. കഴക്കൂട്ടം അലൻ ഫെൽമാൻ സൈനിക് സ്കൂൾ റോഡ് എപ്പോൾ നന്നാക്കുമെന്ന ചോദ്യത്തിന് അധികൃതർക്കും കൃത്യമായ മറുപടിയില്ല. നാലു വർഷത്തിലേറെയായി തകർന്നു കിടക്കുകയാണ് കഴക്കൂട്ടം സൈനിക സ്കൂൾ റെസിഡൻസിയുടെ ഭാഗമായുള്ള 1.5 കിലോമീറ്റർ നീളമുള്ള ഈ റോഡ്. ദിവസേന നിരവധി വാഹനങ്ങളും സ്കൂൾ ബസ്സുകളും കടന്നുപോകുന്ന പ്രധാന വഴിയാണിത്. എന്നാൽ വലിയ കുഴികളും തകർന്ന ടാറിങ്ങും കാരണം യാത്ര ദുരിതപൂർണമായിരിക്കുകയാണ്. ഇരുചക്രവാഹന യാത്രക്കാരും കാൽനട യാത്രക്കാരും ദിവസവും ജീവൻ പണയം വെച്ചാണ് ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നത്. ഈ റോഡ് ഏകദേശം 3-4 വർഷമായിട്ട് ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. നന്നായി ഞാൻ കണ്ടിട്ടേ ഇല്ല. സ്കൂളുണ്ട്, എത്രയോ പേർക്ക് നടുപ്രശ്നമൊക്കെ വരും. ഏകദേശം ഒരു 1 കിലോമീറ്റർ ദൂരം ഈ റോഡ് ഇങ്ങനെ തന്നെയാണ്. സ്കൂൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഞങ്ങൾ 4 വർഷമായി ഈ റോഡിലൂടെ കുട്ടികളെ എടുത്ത് പോകുന്നു. അന്ന് മുതലേ ഈ അവസ്ഥയാണ്. വളരെ ബുദ്ധിമുട്ടാണ്. സമയത്ത് ഓടി എത്താനും പറ്റുന്നില്ല. വല്ലാത്ത ബുദ്ധിമുട്ടാണ്. കുട്ടികൾ വണ്ടിക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാകുന്നത്. റോഡ് നവീകരണത്തിനായി കരാർ നൽകിയിട്ടുണ്ടെന്നാണ് വാർഡ് കൗൺസിലറുടെ വിശദീകരണം. ടാറിന്റെ വില വർദ്ധിച്ചതും ലഭ്യതയിലുണ്ടായ പ്രശ്നങ്ങളുമാണ് റോഡ് പണി വൈകാൻ കാരണമെന്ന് കൗൺസിലർ പറയുന്നു. എൻ്റെ അറിവിൽ 2 കോൺട്രാക്ടർമാരായിട്ടാണ് ഈ റോഡ് എടുത്തിരിക്കുന്നത്. നല്ല എമൗണ്ടാണ്. 40 ലക്ഷവും 45 ലക്ഷവും 2 വർക്കായിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവർ ഈ ഇപ്പോൾ പറയുന്ന ഒരു ന്യായം എന്ന് പറയുന്നത് ടാറ് വില കൂടിയുകൊണ്ടുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് അവർ നീട്ടി പോകുന്നത്. പക്ഷേ അടിയന്തരമായിട്ട് ചെയ്യാനുള്ള നടപടികൾ നമ്മൾ കോർപ്പറേഷൻ ഭാഗത്ത് നിന്ന് സ്വീകരിച്ചിട്ടുണ്ട്. 1 മാസത്തിനുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ഇവർ നൽകുന്ന ഉറപ്പ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.